ഈ ഔദ്യോഗിക ജീവിതത്തില് ഒരു പ്രിൻസിപ്പിളും ചിട്ടയൊക്കെ ഉണ്ടാവണം നല്ലത് തന്നെ. പക്ഷെ ഈ പേഴ്സണൽ ലൈഫിലും അങ്ങനെ ആവുക വെച്ചാൽ മുഷിപ്പരാകട്ടോ എന്നെ ജീവിതം. വെച്ചാൽ ദിവസം ഒരേ കുളത്തിലേ കുളിക്കുകയുള്ളൂ, ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയുള്ളൂ, ഒരേ വസ്ത്രം ധരിക്കുകയുള്ളൂ. ഏത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ശീലം ഉണ്ടല്ലോ, അതായിച്ചാൽ മഹാ കഷ്ടാണേ. അതെ, ഇത്രയായിട്ടും ഞാനെന്താ കല്യാണം കഴിക്കാതെ നിൽക്കണെന്നാ മേനോ ധരിച്ചേക്കണേ? ഇണങ്ങി പിടിച്ചൊരു ബന്ധം ഒത്തുപറഞ്ഞിട്ടെന്നാ? എന്നാലേ അതൊന്നുമല്ല കാര്യം. അതെ, ഈ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കാപ്പിത്തോട്ടം വാങ്ങിക്കാറുണ്ടോ? ഓ, അപ്പോ തമ്പുരാന് കല്യാണമോ വേണ്ടാന്നാണ്? അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ടില്ല, തൽക്കാലം ഉദ്ദേശമില്ലാന്നർത്ഥം. കല്യാണം കഴിച്ച ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യമൊക്കെ ഒന്ന് പോയി പോകും എന്നെ. അതെ, മേലിന് നെഞ്ചത്ത് കൈവച്ച് പറയാമോ, കല്യാണം കഴിച്ചതും അതിന്റെ ഒരു സ്വാതന്ത്ര്യക്കുറവും വല്ലപ്പോഴെങ്കിലും ഒരലോസരമായി തോന്നിട്ടില്ലാന്ന്? എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് കേൾക്കുമ്പോഴാ ഈ ഒരു കാര്യത്തിൽ മാത്രം നോണ പറയരുത്. മഹാറാവ നേര് പറയാ, തോന്നിട്ടില്ലേ? എനിക്കങ്ങനത്തെ സന്ദർഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറട്ടെ, അപ്പോ സന്ദർഭം ഉണ്ടായിട്ടില്ല അല്ലേ കുട്ടികള? അതെ, സന്ദർഭം ഉണ്ടായി വെച്ചാല് ഒന്ന് ചുമ്മാ തമ്പുരാ. സന്ദർഭം കിട്ടിയാല് ആരും കട്ടു തിന്നും, അതിലൊരു തെറ്റുമില്ല. പക്ഷേ കല്യാണം കഴിച്ചവരാകുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഉള്ളവരുടെ കാര്യങ്ങൾക്ക് യാതൊരു വിഘ്നവും വരുത്താൻ പാടില്ല. അത് ഒരു മുട്ടും തോന്നിക്കാണ്ട് മുറ പോലൊക്കെ നടത്തുക. അവിടുത്തെ കാര്യങ്ങൾക്ക് ശ്രദ്ധയില്ലാണ്ട് വരുമ്പോഴാണ് സംഗതി ധാരണ. ആ സൈഡ് സേഫ് ആണോ, പിന്നെ വല്ലപ്പോഴും ഒന്ന് വശപ്പശയാകുന്നതില് ഒരു കുഴപ്പമില്ല. എന്താ തമ്പുരാനീ പറഞ്ഞേ? ഓ പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നെ, ശരീരം കൊണ്ടല്ലെങ്കിൽ പോട്ടെ, മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് വേലിയാടാത്ത ആണായി പിറന്ന ഒരുത്തനെ ഒന്ന് കാണിച്ചിട്ട് പറ്റുമോ? എന്നാലും ഒരു ചളിപ്പ് അല്ലേ, അതാദ്യം ഉണ്ടാവും. ആ, ഞാൻ മേന്നെ കാണാൻ ഇറങ്ങിയതേ വേറൊരു കാര്യം പറയാനാ. അതെ, എന്താ വെച്ചാൽ ഏകാദശിയാ വരണേ, ഉത്സവം ഗംഭീരമാക്കണമെന്ന തീരുമാനം. പാട്ട് കച്ചേരിയും ബാലയും തിരുവാരകളയും നാടകവും മറ്റ് വിലാസങ്ങളും ഒക്കെ ആയിട്ട് പൊടി പൊടിക്കണമെന്നാ. ചിരിച്ചോണ്ടായില്ല, മേനോൻ ഈ നാട്ടുകാരനല്ലാച്ചാലും ഞങ്ങൾക്കിപ്പോ ഇവിടുത്തുകാരനാ. മേനോൻ കമ്മിറ്റിയിലുണ്ടാവണം. എല്ലാറ്റിലും ഒരു മേൽനോട്ടവും ഒരു ഉത്സാഹവും ഒരു പങ്കാളിത്തവും ഒക്കെ ഉണ്ടാവണം. എല്ലാറ്റിലും. ഹായ് ഹായ്, ഇതാരൊക്കെ ഈ പറഞ്ഞേ? കോളേജ് വിട്ട് വരിക? ശനിയായിരം മുടക്കാണല്ലോ. ഓ, ഞാനത് മറന്നു. ആ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മൂന്നാം മേനോൻ, ഡോക്ടറാ, നമ്മുടെ വെറ്ററിനറി ഹോസ്പിറ്റലിലെ. പുതുതായി ചാർജ് എടുത്താ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചങ്ങാതിയാ. എവിടേക്കാ? അങ്ങനെ പ്രത്യേകിച്ച് എവിടേക്കും അല്ല, പോകാനൊട്ട് ധൃതിയില്ല. വിശേഷങ്ങളൊക്കെ വിസ്തരിച്ചറിഞ്ഞിട്ടേ പോണുള്ളൂ. വിസ്തരിച്ചു പറയാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ 2 ദിവസം. ഓ, പറഞ്ഞോളൂ, അതും ശരിയാ. എന്നാ പിന്നെ നാളെ സൗകര്യമായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കളയാ. ശരി, വരട്ടെ. വരട്ടെ. ഏതാ കുട്ടികള്? കോലത്തെയാ? കോലത്തെ കുട്ടികളാച്ചാൽ ഞാൻ ഈ വഴി പിടിച്ച് സംസാരിക്കാൻ മെനക്കെടുവോ? ഇതൊക്കെ ഓരോ നമ്പറുകളല്ലേ, കിട്ടുന്നതൊക്കത്തിന് കൊളുത്തിയിടുക. എപ്പോഴാ ഇര വലിക്കാന്ന് ആര് കണ്ടു? ഇനി കൊളുത്താത്ത കുറ്റം കൊണ്ട് വലിക്കാണ്ടിരിക്കണ്ട. പല ദിക്കിലും കൊളുത്തിയാലേ ചില ദിക്കിലെങ്കിലും വലിച്ചു കിട്ടൂ എന്റെ മേന്നെ.